നിങ്ങൾ വിശ്വസിച്ചേ മതിയാവൂ, കാരണം ഇത് നടന്ന കഥയാണ്. ആത്മാർത്ഥതയുടെ ശക്തി അനുഭവിച്ച ഒരു വ്യക്തിയുടെ മനോഹരമായ കഥ. അമേർ എന്ന ലിബിയൻ യുവാവ് ഹജ്ജിനായി യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ വിമാനത്താവള നടപടിക്രമങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സുരക്ഷാ പ്രശ്നം നേരിട്ടു. സുരക്ഷാ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോടായി പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്കായി അത് പരിഹരിക്കാൻ ശ്രമിക്കും, പക്ഷേ നിങ്ങൾ ഞങ്ങളോടൊപ്പം കുറച്ച് സമയം കാത്തിരിക്കണം. ബാക്കിയുള്ള തീർത്ഥാടകർ അവരവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിമാനത്തിൽ കയറി വാതിലടച്ചു. മിനിറ്റുകൾക്ക് ശേഷം അമീറിൻ്റെ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ പൈലറ്റ് അദ്ദേഹത്തിന് വാതിൽ തുറക്കാൻ വിസമ്മതിച്ചു. വിമാനം പറന്നുയർന്നു. വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അള്ളാഹു ഈ വർഷം ഹജ്ജ് നിങ്ങൾക്കായി എഴുതിയിട്ടില്ലായിരിക്കാം. എന്നിരുന്നാലും അമീർ വിമാനത്താവളം വിടാൻ വിസമ്മതിക്കുകയും അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അള്ളാഹു അനുവദിച്ചാൽ ഞാൻ ഹജ്ജ് ചെയ്യും. പെട്ടെന്ന് വിമാനത്തിന് ഒരു തകരാറുണ്ടെന്നും വീണ്ടും മടങ്ങുകയാണെന്നും അവർക്ക് റിപ്പോർട്ട് ലഭിച്ചു. വിമാനം തിരിച്ചെത്തി. അത് പരിഹരിച്ചു. പക്ഷേ പൈലറ്റ് വാതിൽ തുറക്കാൻ വിസമ്മതിച്ചു. ഓഫീസർ വീണ്ടും പറഞ്ഞു, ഹജ്ജ് ഈ പ്രാവശ്യം നിങ്ങൾക്കായി എഴുതിയിട്ടില്ല. അമീർ ഉറപ്പോടെ മറുപടി നൽകി, ഞാൻ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അള്ളാഹു അനുവദിച്ചാൽ ഞാൻ പോകും. വിമാനം വീണ്ടും നീങ്ങാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന് വീണ്ടും ഒരു തകരാറുണ്ടെന്ന് റിപ്പോർട്ട് വന്നു. അതിനാൽ അത് വീണ്ടും മടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് പൈലറ്റിന് മനസ്സിലായി. പൈലറ്റ് പറഞ്ഞു, അമീർ ഇല്ലാതെ ഞാൻ പറക്കില്ല. അവർ അമീറിനെ അകത്തേക്ക് കയറ്റുകയും അവർ സുരക്ഷിതമായി മക്കയിലെത്തുകയും ചെയ്തു. തൻ്റെ ഹജ്ജിൻ്റെ സ്വപ്നം അവസാനിച്ചുവെന്ന് കരുതിയ ഹാജിക്ക് മുന്നിൽ ഹജ്ജിൻ്റെ വാതിൽ മലർക്കെ തുറന്നു കൊടുത്തിരിക്കുന്നു പരിശുദ്ധനായ അള്ളാഹു. നമുക്കും ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.